ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ വെള്ളമാണ് ചോദിക്കാറ്. വെള്ളം ഒരുപാട് കുടിക്കും ആൾ. ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ ചെടി നനയ്ക്കാനാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ലവ് ബേണിൻ്റെ കേജൊക്കെ ഒന്ന് തുറന്ന് ചെടി നനയ്ക്കുകയാണ് കേട്ടോ. വീട് ഫുൾ ചെടിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ചെടിയാണ്. മേളിലും എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചെടി നനക്കും. അപ്പോൾ ചെടി നനക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഇയാളുണ്ടാവും കേട്ടോ. ചെടി നനക്കുമ്പോൾ മാത്രമല്ല, ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഇയാളുണ്ടാവും. അപ്പോൾ ചെടി ഫുൾ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ ക്ലാസ്സുള്ള ടൈമാണെങ്കിൽ രാവിലെ തന്നെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെടി നനക്കാറ്. ഒരു 8 മണിയാകുമ്പോഴത്തേനും ചെടി നനക്കാൻ തുടങ്ങും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ചെടി നനക്കുക, അല്ലെങ്കിൽ പിന്നെ വെയിലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ചെടി നനച്ചിട്ടാണ് നേരെ കിച്ചണിലേക്ക് കയറാറ്. അപ്പോൾ എല്ലായിടത്തും നനച്ച് കൊടുക്കാം കേട്ടോ. ചുറ്റിനും മരങ്ങളൊന്നും ഇല്ലാത്തതാണ്, നല്ല വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി നനയ്ക്കേണ്ടി വരും. രാവിലെ വെയിലാകുന്നതിന് മുന്നേ തന്നെ ഞാൻ മാക്സിമം നനക്കാൻ നോക്കാറുണ്ട്. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചെടിയുള്ളത്. ഈ സൈഡിൽ പോട്ടിലും വെച്ചിട്ടുണ്ട്, സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിലും ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഈ ഒരു വീട് പണിത ഒരു ടൈമിൽ ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ചെടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പതുക്കെ എല്ലായിടത്തേക്കും ആയതാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മുളക്, കപ്പങ്ങ, പിന്നെ ചീര, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഈ ഒരു സൈഡിൽ ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരും കേട്ടോ ഏകദേശം ഈ ഒരു ചെടികൾ നിൽക്കുന്നത്. എല്ലായിടത്തും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പ്ലാന്റ്സ്. എല്ലാ പൂക്കളൊന്നും വിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ ചെറുതായിട്ടുള്ള 1-2 പ്ലാന്റ്സ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ മേളിൽ ബാൽക്കണിയിലും ഓപ്പൺ ടെറസിലും ഏറ്റവും മേളിൽ ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയൊരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ശരിക്കും ബാൽക്കണിയിലാണ് ഏറ്റവും നല്ല പ്ലാന്റ്സ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നേരെ ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യം ചായയാണ് വെക്കുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ ഒരു ഗ്ലാസ്സിലെടുത്തതിന് ശേഷം അടുത്ത വർക്കിലോട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനിന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചു. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പത്തിരി. തേങ്ങാപ്പാലും മുട്ടപ്പത്തിരിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടപ്പത്തിരിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, മുട്ടപ്പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആൾ പതിവ് പോലെ തന്നെ എത്തിയിട്ടുണ്ട് ഒരു പാത്രമായിട്ട്. അപ്പോൾ അവൻ്റെ ഫുഡ് ഞാൻ പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടപ്പത്തിരിയുടെ പണി ഏകദേശം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ തേങ്ങാപ്പാലും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമായി മോനകത്തേക്ക് പോയിട്ട് ഒരു അറിവുമില്ല. അപ്പോൾ എന്തായെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ 2 പേരും കൂടി ഇരുന്ന് TV കാണുക കേട്ടോ. അപ്പോൾ അവൻ്റെ ഫുഡ് പഴയ പോലെ തന്നെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി, തേങ്ങാപ്പാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാം കേട്ടോ. മോൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫുൾ യൂണിഫോമിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാനായിട്ട് പോവാണ്. 2 വീലറിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ അവൻ്റെ ഫോട്ടോയ്ക്ക് അവൻ പോസ് ചെയ്യാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ്. പോണ വഴിക്ക് ക്വാളിറ്റി ബർഗേഴ്സിലൊന്ന് കയറണമായിരുന്നു മോന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.